ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിനിഷ് ടെക്നോസ്. ഇന്നത്തെ ക്ലാസ്സിൽ ലീനിയർ ഓൾജിബ്രയിൽ ഏഗൻ വാല്യൂസിന്റെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് ദ ഏഗൻ വാല്യൂ ഓഫ് മെട്രിക്സ് എ ആർ 1, 2, 4. ഒരു സ്ക്വയർ മെട്രിക്സ് എയുടെ ഏഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. എന്താണ്? 1, 2, 4 ആണ്. ദെർഫോർ എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. ഓൾ ദ ഏഗൻ വാല്യൂസ് നോൺ സീറോ ആണ്. ദെർഫോർ ദ ഗിവൺ മെട്രിക്സ് എന്തായിരിക്കും? ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദെൻ ദ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിരിക്കുന്ന ഇൻപുട്ട് എന്ത് മാത്രമാണ്? ഏഗൻ വാല്യൂസ് മാത്രമാണ്. ദെർഫോർ ഡിറ്റർമിനന്റും ഏഗൻ വാല്യൂസും തമ്മിലുള്ള പ്രോപ്പർട്ടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻപുട്സ് എന്താണ്? എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ 3 ഡിഫറെന്റ് ഏഗൻ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനെ ഞാൻ λ1, λ2, λ3 എന്ന് അസ്യൂം ചെയ്യുന്നു. അത് 1, 2, 4 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി നമുക്കറിയാം. ഏതൊരു മെട്രിക്സിന്റെയും ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? ഒറിജിനൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് തന്നെ ആയിരിക്കും. ദെർഫോർ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, അന്നേരം ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്കറിയാം. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ലാംഡയാണെങ്കിൽ, കറസ്പോണ്ടിങ് സെയിം മെട്രിക്സിന്റെ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 1/λ ആയിരിക്കും. അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ദ ഒറിജിനൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ആയിരിക്കും. ദെർഫോർ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ 3 ഏഗൻ വാല്യൂസ് λ1, λ2, λ3 ആണെങ്കിൽ കറസ്പോണ്ടിങ് എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? 1/λ1, 1/λ2, 1/λ3 ആയിരിക്കും. ഓക്കെ, അന്നേരം ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ കറസ്പോണ്ടിങ് ലാംഡ ആണെങ്കിൽ എയുടെ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 1/λ ആയിരിക്കും. ഇനി എന്താണ് പ്രൈമറി പ്രോപ്പർട്ടി ഓഫ് ഏഗൻ വാല്യൂ? നമുക്കറിയാം, ഏതൊരു മെട്രിക്സിന്റെയും പ്രൈസ് ഓഫ് ദ എലമെന്റ് അല്ലെങ്കിൽ സം ഓഫ് ദ ഡയഗണൽ എലമെന്റ് ഈക്വൽ ടു സം ഓഫ് ഏഗൻ വാല്യൂസ് ആയിരിക്കും. സിമിലർലി ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂ ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് 3 ഏഗൻ വാല്യൂസ് ആയിരിക്കും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് 1/λ1, 1/λ2, 1/λ3 ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും? എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂവിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ദെർഫോർ ആൻസർ എന്തായിരിക്കും? 1/λ1 മൾട്ടിപ്ലൈഡ് വിത്ത് 1/λ2 മൾട്ടിപ്ലൈഡ് വിത്ത് 1/λ3 ആയിരിക്കും. ക്വസ്റ്റ്യനില് λ1, λ2, λ3 തന്നിട്ടുണ്ട്. 1, 2, 4 ആണ്. ദെർഫോർ ഫൈനൽ ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും? 1/1 × 2 × 4 ഈക്വൽ ടു 1/8 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? 0.125 ആയിരിക്കും ആൻസർ. ദെർഫോർ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്തത്. ബേസിക് പ്രോപ്പർട്ടി ഓഫ് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ആൻഡ് ഏഗൻ വാല്യൂസ്. ഡിറ്റർമിനന്റ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് ആയിരിക്കും. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ കറസ്പോണ്ടിങ് എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 1/λ ആയിരിക്കും. ഈ 2 പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. എന്തായിരിക്കും? 0.125 ആയിരിക്കും ആൻസർ.